أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. بسم الله الرحمن الرحيم. ഫത്തഹുൽ ഖയ്യൂം ക്ലാസ് 3. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൽമിൻ്റെ മര്യാദകളെക്കുറിച്ച് നമ്മൾ അല്പം ചർച്ച ചെയ്തു. ഒന്നാമതായി പറഞ്ഞത് ഖൽബ് ശുദ്ധിയാക്കുക, 2 നീയത്ത് നന്നാക്കുക, ദുനിയവിയായ എല്ലാ മോഹങ്ങളും വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ തൃപ്തിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിയും മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഇൽമ് പഠിക്കാൻ വേണ്ടി തയ്യാറാവുക. അങ്ങനെ തയ്യാറായ ഒരു വിദ്യാർത്ഥി ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നെന്താ, പിന്നെന്താ? വഅദ്ദിമാ അലൈക മഫ്റൂളും ബിലാ ഇദ്ഖാലി നുഖ്സാനിൻ ഫദാ മാ ഖുബിലാ. വഅദ്ദി നീ വീട്ടിക്കോ, മാ ഒരു ബാധ്യതയെ, അലൈക നിന്റെ മേലിൽ, മഫ്റൂളും ഫർളാക്കപ്പെട്ടതാണ്, നിന്റെ മേൽ ഫർളാക്കപ്പെട്ട എല്ലാ ബാധ്യതകളും നീ വീട്ടിക്കോ. ബിലാ ഇദ്ഖാലി പ്രവേശിപ്പിക്കൽ കൂടാതെ, ബിലാ ഇദ്ഖാലി പ്രവേശിപ്പിക്കൽ കൂടാതെ, നുഖ്സാനിൻ പോരായ്മകളെ, ഒരു പോരായ്മയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല. ഒരു പോരായ്മയും ഇല്ലാതെ എല്ലാ ബാധ്യതകളും നമ്മൾ വീട്ടിയിട്ട് വേണം ഇൽമിൻ്റെ വഴിയിൽ നമ്മൾ പ്രവേശിക്കാൻ. ഫദാ ആ പോരായ്മകളാകുന്നത് മാ ഖുബില അതിനെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു പോരായ്മയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ മേലിൽ നിർബന്ധമായ എല്ലാ ബാധ്യതകളും നമ്മൾ വീട്ടണം. വറാഇ ഹത്മൻ ഹഖ വാലിദൈനി വകുല്ല ഹഖിൻ വഹുവ മിസ്ലു ദൈനി. വറാഇ നീ ശ്രദ്ധിച്ചോ, നീ സൂക്ഷിച്ചോ, ഹത്മൻ നിർബന്ധമായും, ഹഖ വാലിദൈനി മാതാപിതാക്കളോടുള്ള ഹക്കുകൾ. അപ്പോൾ മാതാവ് പിതാവ് ഇവരോട് ഒരുപാട് ബാധ്യതകളുണ്ട്. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. മാതാവിനോടും പിതാവിനോടും പിണങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, ഒരു വിദ്യാർത്ഥി, അവരുടെ കുരുത്തവും പൊരുത്തവുമില്ലാത്ത ഒരാൾ ഇൽമ് പഠിക്കാൻ വേണ്ടി ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അത് നാഫിയായ ഇൽമാവുകയില്ല. അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനും ഇഷ്ടപ്പെടുന്ന ഒരു ഇൽമാവുകയില്ല. അപ്പോൾ ആദ്യം എന്തു വേണം? അവരുടെ കുരുത്തവും പൊരുത്തവും വേണം. വകുല്ല ഹഖിൻ മറ്റുള്ള എല്ലാ ബാധ്യതകളും, ഉസ്താദുമാരോട് ബാധ്യതയുണ്ട്, ഉലമാക്കളോട് ബാധ്യതയുണ്ട്, നമ്മുടെ വീട്ടിൽപ്പെട്ട നമ്മുടെ കുടുംബക്കാരോട് ബാധ്യതയുണ്ട്, നമ്മുടെ സഹോദരങ്ങളോട് ബാധ്യതയുണ്ട്, നമ്മുടെ കൂടെയുള്ളവരോട് ബാധ്യതയുണ്ട്, നമ്മുടെ സമൂഹത്തിനോട് ബാധ്യതയുണ്ട്. അങ്ങനെ നാമുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവരോടൊക്കെ പലതരത്തിലുള്ള ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളെല്ലാം നമ്മൾ വീട്ടണം. ആരോടും ഒരു പിണക്കം ഉണ്ടാവാൻ പാടില്ല, ആരോടും ഒരു അസൂയയോ വെറുപ്പോ ഉണ്ടാവാൻ പാടില്ല. അതെല്ലാം വീട്ടിയിട്ട് വേണം ഇൽമിൻ്റെ വഴിയിൽ നമ്മൾ പ്രവേശിക്കാൻ. വഹുവ മിസ്ലു ദൈനിൻ, വഹുവ ഈ മറ്റുള്ള ബാധ്യതകളാവുന്നത് മിസ്ലു ദൈനിൻ അത് കടം വാങ്ങിയതുപോലെയാണ്, കടത്തിൻ്റെ പോലെയാണ്. അപ്പോൾ കടം വാങ്ങുന്നത് പോലെ തന്നെയാണ്, കടത്തിൻ്റെ മിസ്ൽ പോലെയാണെന്ന് പറഞ്ഞാൽ, കടം പോലെയാണെന്ന് പറഞ്ഞാൽ കടം വീട്ടൽ നിർബന്ധമായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ ഹക്കുകളും, എല്ലാ ബാധ്യതകളും, അതെല്ലാം നമ്മൾ വീട്ടണം. എന്നിട്ട് വീണ്ടും പറയുന്നു, വവഖിരിൽ ഇൽമ വഅള്ളിം ഷാനാ വജ്തനിബിൽ ഫിസ്ഖ ഫദാക ഷാനാ. വവഖിർ നീ ആദരിച്ചോ, അൽ ഇൽമ ഇൽമിനെ നീ ആദരിച്ചോ. ഏറ്റവും മഹത്വമുള്ള ബഹുമാനമുള്ള ഇൽമിനെ നീ ആദരിക്കണം, അതിനെ നീ ബഹുമാനിക്കണം. അല്ലാഹുവിൻ്റെ നൂറാണ് എന്നുള്ളൊരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടാകണം.
ഇൽമ് ശേഖരിക്കുമ്പോൾ നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കിതാബുകളോടുള്ള ബഹുമാനമുണ്ടാകണം, കിതാബ് എഴുതി വെച്ചതിനോടുള്ള ബഹുമാനമുണ്ടാകണം. അങ്ങനെ ഇൽമുമായി ബന്ധപ്പെട്ട എല്ലാത്തിനോടും ബഹുമാനം ഉണ്ടാവണം. വഅള്ളിം ഷാനഹു വഅള്ളിം, നീ മഹത്വവൽക്കരിച്ചോ, നീ ബഹുമാനിച്ചോ, നീ വണ്ണമാക്കിക്കോ. ഏതിനെ? ഷാനഹു, ആ ഇൽമിൻ്റെ കാര്യങ്ങളെ. ഇൽമുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും മഹത്വം നമ്മൾ നൽകണം. കിതാബുകൾക്ക്, അത് പഠിപ്പിച്ചു തരുന്ന ഉസ്താദുമാർക്ക്, അത് എഴുതുന്ന പേനയോട്, അത് എഴുതി വെച്ച കടലാസിനോട്, പുസ്തകത്തിനോട്, എല്ലാത്തിനോടും ഒരു ബഹുമാനമുണ്ടാവണം. നമ്മൾ പഠിക്കുന്ന കിതാബുകൾ നമ്മൾ നെഞ്ചോട് ചേർത്തി വെക്കണം. നമ്മുടെ താഴെ, അരക്ക് താഴെ നമ്മൾ താഴ്ത്തി വെക്കാൻ പാടില്ല. നിലത്ത് വെക്കുമ്പോൾ നമ്മൾ ശീലയിലോ അതല്ലെങ്കിൽ ടവലിലോ അതല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്തോ നമ്മൾ വെക്കണം. അത്രയും ബഹുമാനത്തോടുകൂടെ ആ ഇൽമ പഠിക്കുന്ന കിതാബുകൾ നമ്മൾ ബഹുമാനിക്കണം. ഇൽമുള്ള ആളുകളെ നമ്മൾ ബഹുമാനിക്കണം. എല്ലാ രേഖകളും അതുപോലെ തന്നെ എല്ലാ ഇൽമിൻ്റെ മാർഗങ്ങളും നമ്മൾ അനുസരിച്ച് വേണം മുന്നോട്ട് പോകാം. ഇൽമുമായി ബന്ധപ്പെടുമ്പോൾ അത് നിർബന്ധമാണ്. പിന്നെയോ വജ്തനിബിൽ ഫിസ്ഖ ഫദാഖ ശാന, ഏറ്റവും നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് വജ്തനിബിൽ ഫിസ്ഖ. വജ്തനിബ്, നീ വെടിയണം. അൽ ഫിസ്ഖ, ദോഷങ്ങളെ വെടിയണം. നമ്മുടെ ജീവിതത്തിൽ ദോഷങ്ങൾ, തെറ്റുകൾ വരാൻ പാടില്ല. ചെറിയ ചെറിയ തെറ്റുകൾ പോലും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ഇൽമു പഠിക്കാൻ വേണ്ടി, അള്ളാഹുവിൻ്റെ നൂറ് നൽകാൻ വേണ്ടി അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തതാണ് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് കണ്ണുകൊണ്ട് ഒരു ഹറാമും ഒരു തെറ്റും നമ്മൾ കാണാൻ പാടില്ല. കാതുകൊണ്ട് ഒരു ഹറാമും ഒരു തെറ്റും കേൾക്കാൻ പാടില്ല. നാവ് കൊണ്ട് പറയാൻ പാടില്ല. ഹൃദയത്തിൽ ചിന്തിക്കാൻ പാടില്ല. ഹറാമുമായി ബന്ധപ്പെട്ട തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമ്മൾ തീർച്ചയായും മാറി നിൽക്കണം. വെറുതെ നമ്മൾ മൊബൈലിൽ തോണ്ടി നിൽക്കുമ്പോൾ അതിൽ വരുന്ന പിക്ചറുകൾ, ഫോട്ടോകൾ, വീഡിയോസ് ഹറാമുമായി ബന്ധപ്പെട്ടതാണോ, അതിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. എല്ലാ രീതിയിലും തെറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. വജ്തനിബിൽ ഫിസ്ഖ, ദോഷങ്ങൾ, അതിൽ നിന്ന് നമ്മൾ എന്താണ് വെടിയണം. ഫദാക ഷാനഹു, ആ ദോഷങ്ങൾ, ഷാനഹു, ആ ഇൽമിനെ പോരായ്മയാക്കുന്നതാണ്, ഇൽമിനെ മോശമാക്കും. അപ്പോൾ കിട്ടുന്ന ഇൽമിൽ ബറക്കത്തുണ്ടാവുകയില്ല, നാഫിയായ ഇൽമാവുകയില്ല. ഇനി ഇൽമ് കിട്ടാൻ തന്നെ പ്രയാസമാകും. ഇനി കിട്ടിയാൽ തന്നെ ആ ഇൽമ് നമുക്ക് നാഫിയാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹറാമിൽ നിന്ന്, തെറ്റിൽ നിന്ന് പരിപൂർണമായും നമ്മൾ മാറി നിൽക്കണം. വജ്തനിബിൽ ഫിസ്ഖ, ദോഷങ്ങളെ തൊട്ട് വെടിയണം. ദോഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല. എന്നാൽ മാത്രമേ ഇൽമ് നമുക്ക് സമ്പാദിക്കാൻ കഴിയുകയുള്ളൂ. 3 ബൈത്ത് നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ആലിമീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.